ഇതിന് പിന്നാലെയാണ് സ്വകാര്യ സർവകലാശാല കരട് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. കരട് ബില്ലിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചിട്ടുണ്ട്. സ്വകാര്യ സർവകലാശാലകൾ സ്വാശ്രയ സർവകലാശാലകളായിരിക്കുമെന്നാണ് ബില്ലിൽ പറയുന്നത്. ഇത്തരം സർവകലാശാലകൾക്ക് സർക്കാർ ഗ്രാന്റിന് അർഹതയുണ്ടാകില്ല. സർക്കാരിനോട് സാമ്പത്തിക സഹായം തേടാനും പാടില്ല. എയ്ഡഡ് കോഴ്സുകൾ നടത്തുന്ന കെട്ടിടങ്ങൾ സർവകലാശാലയുടെ ഭാഗമാക്കാൻ കഴിയില്ലെന്നും ബില്ലിലുണ്ട്. ഗോപാൽ ശിലാസനൽ തന്റെ വിവരങ്ങൾ നൽകും. ഗോപാൽ, എന്തൊക്കെയാണ് കരട് ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത്? സ്വകാര്യ സർവകലാശാലകൾ എത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ബില്ലിൽ ചൂണ്ടിക്കാട്ടുന്നത്? ദിവ്യതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് സർവകലാശാലയുടെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ സംബന്ധിച്ച വിഷയം തന്നെയാണ്. സർവകലാശാലയുടെ പ്രവർത്തനം പൂർണ്ണമായും സ്വാശ്രയ സർവകലാശാലകൾ എന്ന നിലയ്ക്കായിരിക്കും. സെൽഫ് ഫിനാൻസിങ് അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് സാമ്പത്തിക ഇടപാടുകൾ നടത്തി അതിൻ്റെ ഫണ്ട് സ്വന്തം നിലയ്ക്ക് കണ്ടെത്തി പ്രവർത്തിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നീക്കമായിരിക്കും ഈ സ്വാശ്രയ അല്ലെങ്കിൽ സ്വകാര്യ സർവകലാശാലകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു തരത്തിലുള്ള സർക്കാർ ഗ്രാന്റിനോ എയ്ഡിനോ ഒരു ഈ സർവകലാശാലകൾക്ക് അർഹതയുണ്ടാകില്ല. അതിൽ സർവകലാശാലയ്ക്ക് സർക്കാരിന്റെ ഒരു സാമ്പത്തിക പിന്തുണയും നൽകില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന കാര്യം. അതിനോടൊപ്പം തന്നെ വേറെ ഏതെങ്കിലും ഘട്ടത്തിൽ പുതിയ പദ്ധതികളോ പ്രോജക്റ്റുകളോ ഗവേഷണ നീക്കങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുമായോ സർക്കാരുകളുടെ ബന്ധപ്പെട്ട ഏജൻസികളുമായോ ഈ സർവകലാശാലയ്ക്ക് ധാരണാപത്രങ്ങളിൽ ഏർപ്പെടാവുന്നതാണ്. ഈ ധാരണാപത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിനെന്തെങ്കിലും ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ അത് ഫണ്ട് ആവശ്യമുണ്ട് എന്ന് സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ സാമ്പത്തിക സഹായം അനുവദിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടാകും എന്നതും ഈ കരട് ബില്ലിൽ പറയുന്നുണ്ട്. കൂടാതെ തന്നെ എയ്ഡഡ് കോഴ്സുകൾ സർക്കാർ അംഗീകാരം ഉള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ നടത്തുന്ന കെട്ടിടങ്ങൾ സർവകലാശാലയുടെ ഭാഗമായിട്ടുള്ള കെട്ടിടങ്ങളായി പരിഗണിക്കാൻ കഴിയില്ല. അത് സ്വന്തം നിലയ്ക്കുള്ള ഒരു സ്ഥാപനമായിട്ടോ കെട്ടിടമായിട്ടോ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. കൂടാതെ തന്നെ ഈ മറ്റ് സർവകലാശാലകളിലോ ഏതെങ്കിലും മേഖലകളിൽ കഴിവ് തെളിയിച്ചവരുമായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ളവരെ സർവകലാശാലയിൽ എത്തിക്കാനും അവരെ നിശ്ചിത സമയത്തേക്കോ അല്ലെങ്കിൽ സ്ഥിര അധ്യാപകനായിട്ടോ സർവകലാശാലയിൽ നിയമിക്കാമെന്നും അവരുടെ സേവനം എത്ര നാൾ വേണമെങ്കിലും സർവകലാശാലയുടെ യുക്തിക്കനുസരിച്ച് ഉചിതമെന്ന് തോന്നുന്നതനുസരിച്ച് നിയമിക്കാമെന്നും ഇത്തരത്തിൽ ഈ കരട് ബില്ല് പറയുന്നുണ്ട്. കൂടാതെ ഇന്ത്യക്കകത്തോ പുറത്തോ ഉള്ള വിവിധ സ്ഥാപനങ്ങൾ, അത് ഗവേഷണ സ്ഥാപനങ്ങളാകാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകാം, മറ്റേതെങ്കിലും തരത്തിൽ സർവകലാശാലയ്ക്ക് ഉതകുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ നടത്താൻ ശേഷിയുള്ള സ്ഥാപനങ്ങളാകാം. ആ സ്ഥാപനങ്ങളുമായി ഇന്ത്യക്കകത്തോ പുറത്തോ ബന്ധം സ്ഥാപിക്കുന്നതിന് പ്രശ്നമില്ല. അവരുടെ സേവനങ്ങൾ ഇങ്ങോട്ടേക്ക് എടുക്കാം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പരസ്പര ധാരണയോടുകൂടി സേവനങ്ങളും ഇത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാം എന്നതും ഈ സർവകലാശാലയുടെ ബില്ലുകൾ പറയുന്നുണ്ട്. കൂടാതെ പ്രവേശനത്തിനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാം എന്നുള്ള കാര്യം നേരത്തെ തന്നെ പുറത്തു വന്ന വിഷയമാണ്. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ നടത്താം, അഡ്മിഷൻ പ്രവേശന പരീക്ഷകൾ വേണ്ടതുണ്ടോ, അതിൻ്റെ മൂല്യനിർണ്ണയങ്ങൾ എങ്ങനെ, അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള അഭിമുഖം പോലെയുള്ള പരിശോധനാ രീതികൾ വഴിയാണോ പ്രവേശനം നൽകേണ്ടത് എന്ന കാര്യത്തിലൊക്കെ സർവകലാശാലയ്ക്ക് തീരുമാനമെടുക്കാവുന്നതാണ്. യോഗ്യതാ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാനുള്ള അവകാശം സർവകലാശാലകൾക്ക് തന്നെയാണ് എന്നതാണ് വ്യക്തമാക്കുന്നത്. ഇന്നലെ SFI പരാമർശിച്ച ഒരു കാര്യമുണ്ട്. SFIയുടെ ഇന്നലത്തെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നത് സർവകലാശാലകൾ പല സ്വാശ്രയ സ്ഥാപനങ്ങളും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഇന്റേണൽ മാർക്കിൻ്റെയും അല്ലാത്ത കളുടെയും പേരിൽ അച്ചടക്ക നടപടികൾക്ക് വിധേയരാക്കുന്നുണ്ട്. അതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ്. എന്നാൽ ഈ ബില്ലിൽ സൂചിപ്പിക്കുന്ന കാര്യം സർവകലാശാലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും അധ്യാപകരുടെയും അച്ചടക്കം സംബന്ധിച്ച വിഷയത്തിൽ എല്ലാത്തരം തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം സർവകലാശാലകൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അച്ചടക്കം ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ അച്ചടക്ക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് സർവകലാശാലകൾക്ക് ഉറപ്പുവരുത്താം. അതിനുവേണ്ടി എന്തെങ്കിലും വീഴ്ച വരുത്തുന്ന അധ്യാപകർക്കെതിരെയോ ജീവനക്കാർക്കെതിരെയോ അച്ചടക്ക നടപടികൾ സ്വീകരിക്കാനും അത് ഏത് തരത്തിൽ വേണമെന്ന് തീരുമാനമെടുക്കാനും സർവകലാശാലയ്ക്ക് അധികാരമുണ്ട്. കൂടാതെ തന്നെ മറ്റ് സർവകലാശാലകളെ പോലെ ചാൻസലർ തന്നെയാണ് ഇവിടെയും ഉന്നതാധികാരിയായി നിയമിക്കപ്പെട്ടിട്ടുള്ളത്. തൊട്ടുതാഴെ വൈസ് ചാൻസലർ, പ്രോ വൈസ് ചാൻസലർ, പരീക്ഷാ കൺട്രോളർ, രജിസ്ട്രാർ എന്നിങ്ങനെ സാധാരണ എങ്ങനെയാണോ ഒരു സർവകലാശാലയിലെ രീതികൾ നിശ്ചയിച്ചിരിക്കുന്നത് ആ തരത്തിൽ തന്നെ പോകാവുന്നതാണ്. അതേസമയം തന്നെ ചാൻസലറായി നിയമിക്കപ്പെടുന്ന വ്യക്തി കൃത്യമായും വിദ്യാഭ്യാസ വിചക്ഷണനായിരിക്കണം എന്നുള്ള കാര്യം കൂടി ഈ സർവകലാശാല ബില്ലിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അത് കൃഷിയാകാം, ശാസ്ത്ര സാങ്കേതികമാകാം, സയൻസ് വിഷയങ്ങളാകാം, അക്കാദമിക വിഷയങ്ങളാകാം, കൊമേഴ്സ്,
ചരിത്രമടക്കം പൊതുഭരണം വരെയുള്ള ഏതെങ്കിലും ഒരു വിഷയങ്ങളിൽ കൃത്യമായ വൈദഗ്ധ്യവും പ്രാഗൽഭ്യവുമുള്ള ഒരു വ്യക്തിയായിരിക്കണം ചാൻസലറായി തെരഞ്ഞെടുക്കേണ്ടത്. അത്തരത്തിൽ ചാൻസലറെ നിയമിക്കേണ്ടത് എങ്ങനെ എന്ന കാര്യത്തിലടക്കം കൃത്യമായ അങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകളാണ് സ്വകാര്യ സർവകലാശാല കരട് ബില്ലിലുള്ളത്. കരട് ബില്ലിന്റെ പകർപ്പാണ് ഇപ്പോൾ മീഡിയ വണ്ണിന് ലഭിച്ചിരിക്കുന്നത്. സ്വകാര്യ സർവകലാശാലകൾക്ക് സർക്കാർ ഗ്രാന്റിന് അർഹതയുണ്ടാകില്ല. സർക്കാരിനോട് പക്ഷേ സാമ്പത്തിക സഹായം തേടാനും പാടില്ല എന്നാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത്. പക്ഷേ ചില പ്രത്യേക പദ്ധതികൾക്ക് വേണമെങ്കിൽ സർക്കാരുമായി ധാരണാപത്രമൊക്കെ ആകാം. ഇതുവഴി സാമ്പത്തിക സഹായം തേടാം എന്നൊക്കെയാണ് ബില്ലിൽ വ്യവസ്ഥകളുള്ളത്. ബില്ലിന്റെ വിശദാംശങ്ങളാണ്, അതിലെ വ്യവസ്ഥകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഗോപാൽ ശീലാസനൽ നൽകിയത്.